ശ്രീ നാരായണ ഗുരുദേവൻ ഒരാൾ ചോദിച്ചൊരു യുക്തിവാദി, പശുവിന്റെ പാല് കുടിക്കാൻ പിന്നെന്താ അതിന്റെ മാംസം കഴിച്ചാൽ? നിങ്ങളൊക്കെ വലിയ ആളായിട്ട് തിരുമേനിമാരായിട്ടൊക്കെ നടക്കുന്നു. ഗുരുദേവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നിന്റെ അമ്മ ഉണ്ടോ അതോ ചത്തുപോയി? മാംസം നീ തിന്നോ കുഴിച്ചിട്ടോ? അവൻ പിന്നെ വീട്ടിലോട്ട് പോയില്ല. അവൻ അവിടെ വിളക്കത്തിൽ നിർത്തോണ്ട് നിൽക്കുക. ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു കൃതിയെങ്കിലും പഠിക്കാത്തവൻ കേരളത്തിൽ ജീവിക്കാൻ യോഗ്യനല്ല. അവൻ ഏത് ജാതിയിലും രാഷ്ട്രീയത്തിലും ഏത് പ്യൂണായാലും ജില്ലാ കളക്ടറായാലും അത് ഈ മണ്ണിന്റെ സ്വത്താണ്. ഒരു കൃതി അറിയാത്തവൻ എന്തിനാണ് ഈ മണ്ണിൽ ജീവിക്കുന്നത്? വെറുതെ ഈശ്വരൻ തരുന്ന വായുവും ശ്വസിച്ച് പകൽ കരണ്ടിയാൽ നടക്കേണ്ടാത്ത സൂര്യന്റെ പ്രകാശവും സ്വീകരിച്ച് നീ ഈ മണ്ണിന് ഭാരമായി നടക്കരുത്. രവീന്ദ്രനാഥ ടാഗോറും മഹാത്മാഗാന്ധിയും വന്ന് നമസ്കരിച്ച മഹാപുരുഷനാണ് ശ്രീനാരായണ ഗുരുദേവൻ. അതിനാണ് ഞങ്ങൾ ദൈവദശകം ചൊല്ലിയത്. തിങ്കളാഴ്ച ആടുപാമ്പേ പുനം തേടുപാമ്പേ പാടണം. നീ വേറെ വലിയ കൃതികളൊന്നും ഇറക്കണ്ട. സാധാരണ കൃതികൾക്ക് മനസ്സിലാവുന്ന നാമം ജപിക്കണം. ആ നാമം ആവർത്തിച്ച് ചൊല്ലി അവരുടെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കണം. ആ ഈശ്വരീയ ധർമ്മമാണ് നിന്നെ ജീവിതത്തിൽ ജയിപ്പിക്കുന്നത്. മറ്റതൊക്കെ നീ പോകുമ്പോൾ പോവും. നിന്റെ ശരീരം കിടക്കുന്നത് കണ്ടാൽ നിന്റെ മക്കൾ പേടിക്കും. അമ്മയുടെ ശരീരം കിടക്കുന്നിടത്ത് മക്കൾ പോവില്ല. അച്ഛന്റെ ശരീരം കിടന്നിടത്ത് മക്കൾ ഒരു മാസത്തേക്ക് പോവില്ല. പേടിയാണ്. അച്ഛൻ പോയേ എന്ന് പറഞ്ഞ് മക്കൾ കരയുമ്പോ ശാഖാക്കാരും കരയവാൻകാരും ഒക്കെ പറയും, അച്ഛൻ പോയില്ലടാ, അപ്പുറത്തുണ്ടതാണ്, നല്ല കുട്ടപ്പനായിട്ട് കിടക്കുന്നു, നല്ല ഭസ്മമൊക്കെ ഇട്ട് ചിരിച്ചോണ്ട് നല്ല വെള്ള വസ്ത്രം കൊടുത്ത് കിടക്കുന്നു. ജീവിച്ചിരുന്നപ്പോൾ അങ്ങനെ ഒരു തോർത്ത് വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ നീ കൊടുത്തില്ല. നാട്ടുകാരെ കാണിക്കാൻ നീ 2999 രൂപയുടെ വലിയ കോടിമുണ്ട് നാട്ടുകാരെ കാണിക്കാൻ കൊണ്ടുവന്നിട്ടു. എന്ത് പ്രയോജനം നിനക്ക്? നീ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തില്ല. മരിച്ചു കഴിഞ്ഞപ്പോൾ പാല് കിണ്ടിക്കാത്തൊഴിച്ചേച്ച് അതിനകത്ത് അയാളുടെ തൊണ്ടയ്ക്ക് കയറാൻ പൂവും വെള്ളും. അന്നേരം കാണും അദ്ദേഹത്തിന് ജീവൻ വന്നാൽ നിന്നെ തുപ്പൂടാ മഹാപാപി. നിനക്ക് ഇത്രയും കാലം ഭക്ഷണം വെച്ച് തന്ന നിന്റെ അമ്മ, അത് കഴിഞ്ഞപ്പം നിന്റെ ഭാര്യ, അവരെ നീ സംരക്ഷിച്ചോ? അവരോട് നിനക്കൊരു ബാധ്യത ഉണ്ടായിരുന്നു, കൂറുണ്ടായിരുന്നു. നീ തിന്നാൻ മാത്രമല്ലേ വന്നുള്ളൂ? അമ്മയല്ലേ തന്നേ? അത് കഴിഞ്ഞപ്പോ ഭാര്യയല്ലേ നിനക്ക് ഒരുക്കി തന്നേ? അത് കഴിഞ്ഞ് മക്കളല്ലേടാ നിനക്ക് തന്നേ? നീ എത്ര ഭാഗ്യവാനാടാ. ഓ, ഒരു സമയത്ത് മോന്, പിന്നെ നീ വലിയ ഭർത്താവ്, പിന്നെ നീ വലിയ അച്ഛൻ. നീ അതിന്റെ ബാധ്യത ലോകപിതാവിന്റെയും ലോകമാതാവിന്റെയും അടുത്ത് കാണിക്കണം. നീ എത്ര വലിയവനായാലും ഇവിടെ വന്ന 100 രൂപ കിട്ടുമ്പോ ആ ഉമാമഹേശ്വരൻ 1 രൂപ നീ സമർപ്പിക്കണം. മോനായിരുന്നപ്പോ, ഭർത്താവായിരുന്നപ്പോ, മകനായിരുന്നപ്പോ, അച്ഛനായിരുന്നപ്പോ ഞാൻ ഒരു ജോലിയും ചെയ്തില്ല. നീ സംരക്ഷിക്കേണ്ടവരെ സംരക്ഷിച്ചില്ല. നിന്നെ സംരക്ഷിച്ച നിലയിൽ എത്തിച്ചത് നിന്റെ ദേശത്തെ ദേവനാണെന്നുള്ള നന്ദി നിനക്കുണ്ടാവണം. നീ ഇവിടെ വരാതെ ബ്രഹ്മമംഗലത്ത് ഈ ഉരിയേരി ഉമാമഹേശ്വരന്റെ പരിസരത്ത് താമസിക്കുന്നവൻ ഇവിടെ വരാതെ ഏറ്റുമാനൂരിൽ പോയതുകൊണ്ടോ ചോറ്റാനിക്കര പോയതുകൊണ്ടോ ഗോകർണത്ത് പോയതുകൊണ്ടോ ഒരു കാര്യവുമില്ല. നീ ഇവിടെ വരാത്തവൻ ഏറ്റുമാനൂരിൽ പോയി ഇടിക്കുന്നത് കാണുമ്പോൾ ഏറ്റുമാനൂരപ്പൻ കമ്പ്യൂട്ടറിൽ നോക്കും, ഇവൻ ബ്രഹ്മമംഗലത്ത് കയറിയിട്ടാണോ വന്നത്, നഷ്ടദീപാലകന്മാർ ഒന്ന് നോക്കും. അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടി ഉരുട്ടി കമ്പ്യൂട്ടർ നോക്കിയിട്ടും അവൻ ഈ കോമ്പൗണ്ടിൽ കയറിയിട്ടില്ല. കടക്ക് പുറത്തൊന്നും പറയും. നീ LPSC പോവാതെ ഹൈസ്കൂളിൽ അഡ്മിഷൻ വന്നതാണ് പറ്റിക്കാൻ. നടക്കില്ല. കൊടിമരമുള്ള ക്ഷേത്രത്തിൽ ചെന്ന് നിങ്ങൾ നോക്കൂ, 8 പേരവിടെ ഇരിപ്പുണ്ട്. കിഴക്കോട്ട് നോക്കി ദേവേന്ദ്രൻ, തെക്ക് കിഴക്ക് അഗ്നി, തെക്ക് യമധർമ്മൻ, തെക്ക് പടിഞ്ഞാറ് നിരൃതി, പടിഞ്ഞാറ് വരുണൻ, വടക്ക് പടിഞ്ഞാറ് വായു, വടക്ക് കുബേരൻ, വടക്ക് കിഴക്ക് ഈശാനൻ, അഷ്ടദിക്പാലകന്മാർ. അവരുടെ അനുവാദമില്ലാതെ നീ അകത്ത് കയറാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഭഗവാന്റെ അടുക്കൽ അവരെ കണ്ടുപറ്റിച്ച് ചെന്നാൽ വലതുവശത്തെ 7 കല്ല് കാണാം. സപ്തമാതാക്കളാണ്: ബ്രാഹ്മി, വൈഷ്ണവി, മാഹേശ്വരി, കൗമാരി, ചാമുണ്ടി, വാരാഹി, ഇന്ദ്രാണി. അവരെയൊന്നും പറ്റിച്ചിട്ട് നിനക്ക് അകത്ത് കയറാൻ പറ്റില്ല. മേച്ചേരിയിൽ റജിയും ബാലകൃഷ്ണൻ ചേട്ടനും സുദർശനും കൂടെ തലയാണപ്പറമ്പിൽ കൈ കാണിച്ച് വണ്ടി നിർത്തി ഞങ്ങളെ ഇങ്ങോട്ട് കയറ്റി കൊണ്ടുവരുമ്പോ
കോട്ടയത്ത് ഞങ്ങളിങ്ങനെ അന്തം വിട്ട് അവിടെ പോവാണെങ്കിലോ 7:30 ചെല്ലേണ്ടതാണ് അവിടെ എന്ന് പറഞ്ഞ് വന്നാൽ ഒരു ദിവസം കൈ കാണിക്കുക. RC ബുക്ക് ഇല്ല, ഇൻഷുറൻസ് ഇല്ല, ലൈസൻസ് ഇല്ല, പുക ആകെ പുകയിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ ആരാന്ന് പോലും എനിക്ക് അറിയാൻ വയ്യ, അതും ഇല്ല. ഇല്ല ഇല്ല വണ്ടി അങ്ങോട്ട് മാറ്റിയിട്ടു. എൻ്റെ വണ്ടി നിന്റെ വീട്ടിൽ. റോഡിലിറങ്ങുമ്പോൾ നിന്റെ വണ്ടി ഞങ്ങളുടെ വണ്ടിയാണ്. ഇതെന്നാലും തരാതെ നിനക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അമ്പലത്തിൽ വന്ന് അകത്തോട്ട് ചെല്ലുമ്പോൾ നക്ഷത്രം, തിഥി, ജനിച്ച ദിവസം അറിയില്ല, നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നീ മര്യാദയ്ക്ക് സപ്താഹം നടക്കുമ്പോഴോ ഉത്സവം നടക്കുമ്പോഴോ ആറാട്ട് നടക്കുമ്പോഴോ വന്നാ നീ ജനിച്ച തിഥി അഷ്ടമി രോഹിണിയാണ് ഭഗവാന്റെ, ധനുമാസത്തിലെ തിരുവാതിരയാണ് മഹാദേവന്റെ, ശ്രീരാമ നവമിയാണ് ശ്രീരാമേന്ദ്ര ഭഗവാന്റെ, ചതുർത്ഥിയും അത്തവുമാണ് ഗണപതിയുടെ, ഉത്രമാണ് അയ്യപ്പസ്വാമിയുടെ. നിന്റെ നക്ഷത്രം, നക്ഷത്രം എണ്ണി നടക്കുകയാണിപ്പോൾ. അത് ശരി.